ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആര്യനും മിത്രയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മീനു അടുത്തേക്ക് ചെല്ലുക. അച്ഛന് ആവശ്യമില്ലാതെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും എന്തിനാ ഇടപെടുന്നേ എന്ന് ആര്യം പറയാണ്. അത് കേൾക്കുമ്പോൾ മീനു പറയും, അങ്ങനെ പറയരുത് ആര്യ, അച്ഛൻ ഇപ്പം തന്നെ ആനന്ദേട്ടൻ്റെയും ഏടത്തിയുടെയും കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇക്കാര്യം കൂടി കേട്ടപ്പം പെട്ടെന്ന് സഹിക്കാൻ കഴിഞ്ഞു കാണത്തില്ല. തൻ്റെ മകൻ കടം മേടിച്ച് ജീവിക്കുവാണല്ലോ എന്നൊക്കെ കരുതിയിട്ടുള്ള ദേഷ്യമാണ് നിങ്ങളോട് കാണിച്ചത് എന്ന് പറയാം. അത് മനസ്സിലാക്കുക എന്ന് പറയണം. എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഏടത്തി, പക്ഷേ ഈ ഗോപാലേട്ടൻ എന്തിനാ അച്ഛനോട് അത് അപ്പം തന്നെ വിളിച്ച് പറയാൻ പോയത്? ഞാൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം. അയാളെ വിളിച്ച് ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ, ഒരാഴ്ചത്തെ സാവകാശം തരാം, ഒന്ന് ചട്ടം കെട്ടാം എന്ന് പറയാം. അപ്പം മീനു പറയും, ഏയ് അതൊന്നും ശരിയാകില്ല, ഗോപാലേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് നാളെ തന്നെ തിരിച്ചു കൊടുക്കണം, അതാ അതിൻ്റെ ശരി എന്ന് പറയണം. അപ്പം മിത്ര ചോദിക്കും, അത് ഇത്രയും കാശ് പെട്ടെന്ന് എവിടുന്ന മീനു ചേച്ചി ഉണ്ടാക്കുക? ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. അപ്പം പെട്ടെന്ന് നമ്മുടെ ആര്യം പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ മുതലാളിയോട് കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് ചോദിച്ചാലോ, പയ്യെ പയ്യെ തിരിച്ചടച്ചാൽ മതിയല്ലോ എന്ന് പറയാം. അത് പെട്ടെന്ന് കിട്ടില്ലല്ലോ എന്ന് അപ്പം മിത്ര ആര്യനോട് ചോദിക്കുകയാണ്. പിന്നല്ലാതെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയാണ്. ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ എന്ന് മിത്ര സ്വയം പഴിക്കുകയാണ് കേട്ടോ. അപ്പം മീനു പറയും, നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, ഞാൻ 25,000 രൂപ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാം. PF നിന്ന് എനിക്കിപ്പം 20,000 രൂപയൊക്കെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. നാളെ തന്നെ ഞാൻ ആ കാശ് മേടിച്ച് നിങ്ങളുടെ കൈക്കൊണ്ട് തരാം, അത് ഗോപാലേട്ടന് കൊടുക്കുകയും ചെയ്യണം എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുക. താങ്ക് യു മീനു ചേച്ചി, താങ്ക് യു സോ മച്ച് എന്ന് പറയാം. നീ എൻ്റെ അനിയത്തിയല്ലേടി, നീ എന്തിനാ എന്നോട് നന്ദിയൊക്കെ പറഞ്ഞ് എന്നെ കൊച്ചാക്കരുത് കേട്ടോ. ചേട്ടത്തിക്കും അനിയത്തിക്കും ഇടയിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും, അതിനൊക്കെ നന്ദി പറയാൻ നിന്നാൽ അതിനേ സമയം കാണുള്ളൂ. എനിക്കൊരാവശ്യം വരുമ്പം നിങ്ങളൊക്കെയല്ലേ സഹായിക്കാനുണ്ടാവുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അനിയനും അനിയത്തിക്കും ഒരാവശ്യം വന്നപ്പോൾ ഞാൻ സഹായിക്കുന്നു, അത്രയേ ഉള്ളൂ. സമാധാനത്തോടെ രണ്ടുപേരും പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയണം കേട്ടോ. ഇതേ സമയം റൂമിൽ നമ്മുടെ ആകാശ് ഗോമതി സ്റ്റോറിലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഷോ, 2 പാട്ട എണ്ണയുടെ കണക്കങ്ങ് ശരിയാകുന്നില്ലല്ലോ. എൻ്റെ ഈശ്വര, 2 പാട്ട എണ്ണയുടെ കണക്കില്ല എന്ന് പറഞ്ഞാൽ ഗോമതി സ്റ്റോർ ബാലൻ എന്നെ കൊല്ലും. ഇതിനിപ്പോൾ ഞാൻ എവിടെ പോയി ഉണ്ടാക്കും? 2 പാട്ട എണ്ണയ്ക്ക് രത്നത്തിൻ്റെ വില ഉണ്ടെന്ന് വേണേൽ പറഞ്ഞു കളയും ഗോമതി സ്റ്റോർ ബാലൻ. രാമേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പം നമ്മുടെ മീനു ആകാശിൻ്റെ ഈ വെപ്രാളവും എഴുത്തും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വാതൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് മീനു നിൽക്കുന്നത്. പെട്ടെന്ന് രാമേട്ടനെ വിളിക്കാം. അതെ രാമേട്ട, 2 പാട്ട എണ്ണ അതിൻ്റെ കണക്കങ്ങ് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെയോ, ഓ അമ്പലത്തിൽ കൊടുത്തതാണോ? എല്ലാ മാസവും 2 പാട്ട എണ്ണ അമ്പലത്തിൽ നേർച്ചയായിട്ട് കൊടുക്കാറുണ്ടോ? അപ്പം രാമേട്ടൻ മറുപടി ആയിട്ട് അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ ഇപ്പോഴാ ഒന്ന് സമാധാനമായേ, എന്നാൽ ശരി രാമേട്ട എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. അപ്പം മീനു അടുത്തേക്ക് ചെല്ലാണ്. ഓഹോ, എൻ്റെ ഭർത്താവ് ഇന്ന് കാര്യമായി കണക്ക് കൂട്ടലുകളൊക്കെ ആണല്ലോ എന്ന് ചോദിക്കുക. അത് പിന്നെ ഗോമതി സ്റ്റോറിലെ കണക്കുകളാ? ഇപ്പം ഗോമതി സ്റ്റോർ ബാലൻ എല്ലാം എൻ്റെ തലയിലോട്ട് ഇട്ട് നൈസായിട്ട് ഒഴിഞ്ഞു നിൽക്കുമല്ലേ എന്ന് ചോദിക്കുക. നീ ഇങ്ങനൊന്നും ചിന്തിക്കരുത് ആകാശം. ആനന്ദേട്ടനും ഏടത്തിക്കും ഇങ്ങനൊരു പ്രതിസന്ധി വന്നതുകൊണ്ടല്ലേ അച്ഛനും ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കാം. ഇത് എന്നെ പൂട്ടാനായിട്ടുള്ള ഗോമതി സ്റ്റോർ ബാലൻ്റെ കളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം ഞാൻ ഗോമതി സ്റ്റോറിൽ തന്നെ ഉണ്ടല്ലോ. രാവിലെ കടയിൽ പോയാൽ ഈ നേരമാകും വീട്ടിൽ തിരിച്ചെത്താനായിട്ട്. അല്ല, ഇന്ന് ആര്യനുമായിട്ട് ബാലൻ ഭയങ്കര തകർപ്പൻ പ്രശ്നങ്ങളായിരുന്നെന്ന് കേട്ടല്ലോ. നീ ഇതെങ്ങനെ അറിഞ്ഞു ആകാശേ എന്ന് ചോദിക്കുക. അമ്മ എന്നോട് പറഞ്ഞു, വെറും 25,000 രൂപയുടെ പേരിൽ ആ പാവം ആര്യനെയും ഇത്രയും വേദനിപ്പിച്ച കാര്യമൊക്കെ. 25,000 രൂപയുടെ കാര്യം ചോദിച്ച് അവൻ എന്തിനാ വെറുതെ വേദനിപ്പിക്കാൻ പോയത്? എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിൻ്റെ ഈ സംസാരം നിർത്തിക്കോണം കേട്ടോ ആകാശേ. നീ പോയി ആര്യനോട് അതും ഇതും പറഞ്ഞു കൊടുക്കരുത്. അച്ഛൻ്റെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ. പെട്ടെന്ന് തൻ്റെ മക്കൾ കടം ചോദിച്ചു എന്ന് കേട്ടപ്പോൾ ഉണ്ടായ ദേഷ്യവും വിഷമവും എല്ലാം കൂടി ആര്യൻ്റെ മിത്രയുടെ അടുത്ത് പൊട്ടിത്തെറിയായി മാറിയെന്നേ ഉള്ളൂ. അതിനെ നീ ഇനി കൂടുതൽ ഊതി വീർപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയാം. അയ്യോ, നമ്മളില്ലേ എത്രയും വേഗം ഗോമതി സ്റ്റോറിൽ നിന്ന് ചാടണം. എൻ്റെ മീനാക്ഷി സ്റ്റോഴ്സിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായാൽ ആ നിമിഷം നാം ഗോമതി സ്റ്റോറിൽ നിന്ന് ചാടും. അപ്പം നീ കണ്ടോ ഈ ആകാശ് എങ്ങനെയാണ് കട നടത്തുന്നതെന്ന്. ഗോമതി സ്റ്റോർ ബാലനെ നീയൊക്കെ ഞെട്ടിപ്പോകും മീനാക്ഷി സ്റ്റോറിൽ എൻ്റെ വളർച്ച കണ്ട് എന്ന് പറയാം. ഈ മീനാക്ഷി സ്റ്റോർ തുടങ്ങണമെങ്കിൽ അതിനാദ്യം ലൈസൻസ് വേണ്ടേ? അത് ലൈസൻസ് ഒപ്പിട്ട് തരാൻ ഞാനും സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കുക. മീനു, തീന്മേലുള്ള കളിയാ. ഞാനാണെ കണ്ടെടുത്തു നിന്നൊക്കെ പലിശയ്ക്ക് പൈസ എടുത്താ മീനാക്ഷി സ്റ്റോറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നീ ഇങ്ങനെ ലൈസൻസ് തരാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്കൊന്ന് ലൈസൻസ് തന്നുകൂടെ? നമുക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. അല്ലാതെ എന്നും ഗോമതി സ്റ്റോറിലെ ഒരു ജോലിക്കാരനായിട്ട് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുമോ? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കും വേണ്ടേ
നല്ലൊരു ജീവിതം എന്ന് ചോദിക്കുക. ദേ ഇപ്പം നിനക്ക് ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവിലിയൊക്കെ തലയിൽ വലിച്ചു വെക്കാൻ നിൽക്കണ്ട. അതുമല്ല, നീ ശരിയായ ഡോക്യുമെൻറ്റ്സ് കൊണ്ടെത്താ, ഞാൻ ഉറപ്പായിട്ടും ഇട്ട് തരുന്നതായിരിക്കും എന്ന് പറയാം. ദേ മീനു, നിനക്കൊന്ന് ഒപ്പിട്ട് തന്നാൽ എന്താ എന്ന് ചോദിക്കാം. എന്നാൽ എൻ്റെ പൊന്നുമോൻ നാളെ തന്നെ എൻ്റെ ഓഫീസിലേക്ക് പോരെ, ഞാൻ ഒപ്പിട്ട് വെച്ചേക്കാം, എടുത്തുകൊണ്ട് പോയി ലൈസൻസ് ഒക്കെ ശരിയാക്കി എത്രയും വേഗം തുടങ്ങിക്കോ എന്ന് പറയാം. നീ എന്നെ കൂടുതൽ ഊതൊന്നും വേണ്ട, എനിക്കറിയാം നീ ആ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം എനിക്ക് ലൈസൻസ് കിട്ടാൻ പോകത്തില്ലെന്ന്. എന്ത് തറ കളി കളിച്ചിട്ടാണെങ്കിലും നിന്നെ ആ കസേരയിൽ നിന്ന് ഇറക്കാൻ ഞാനും നോക്കും എന്ന് പറയാണ്. ഓഹോ, മോൻ പണ്ട് ഫയൽ ഒളിപ്പിച്ച് വെച്ച് എനിക്കിട്ട് പണിതൊന്നും ഞാൻ മറന്നിട്ടില്ല. ആ പണി 8 മടക്കി ഞാൻ കയ്യിൽ തന്നത് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുക. ഇത് അതുപോലത്തെ പണിയൊന്നുമല്ല, നീ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തകർപ്പൻ മുട്ടം പണി ഞാൻ നിനക്ക് തരും. എന്നിട്ട് എൻ്റെ മോള കസേരയിൽ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് ഒപ്പിട്ട് തരാൻ പാകത്തിന് ആരെങ്കിലും വരുമല്ലോ, അവരുടെ കയ്യിൽ നിന്നും ഞാൻ ലൈസൻസും എൻ്റെ മീനാക്ഷി സ്റ്റോർ ഞാൻ യാഥാർത്ഥ്യമാക്കും എന്ന് പറയാം. ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളുമായിട്ട് ആകാശ് ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നു. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ എന്തായാലും കിടക്കാൻ പോവാ എന്നും പറഞ്ഞ് നമ്മുടെ മീനു കയറി കിടക്കും കേട്ടോ. ഇതേ സമയം മിത്രയും ആര്യനും കിടന്നേ. അപ്പം 2 പേർക്ക് ഉറക്കമൊന്നും വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും മിത്ര കിടക്കുന്ന കാണുന്ന ആര്യൻ ചോദിക്കും, തനിക്ക് ഉറങ്ങാറായില്ലേടോ എന്ന് ചോദിക്കുക. എനിക്ക് ഉറക്കം വരുന്നില്ല ആര്യ എന്ന് അപ്പം മിത്ര മറുപടി പറയണം. നമ്മൾ ചെയ്തത് തെറ്റായി പോയല്ലേ, ഞാൻ 25,000 രൂപ ഗോപാലേട്ടൻ്റെ കയ്യിൽ നിന്നും കടം മേടിച്ച കാര്യം അച്ഛനൊന്ന് സൂചിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയേ. ഇത് കേൾക്കുന്ന മിത്ര പെട്ടെന്ന് ലൈറ്റൊക്കെ ഇട്ട് ചാടി എഴുന്നേക്കും. ഇപ്പോഴെങ്കിലും ബോധോദയം വന്നല്ലോ, നമ്മൾ അങ്കിളിൻ്റെ പരിചയക്കാരിൽ നിന്ന് കാശ് മേടിക്കുമ്പം മിനിമം അങ്കിളിനോടൊന്ന് സൂചിപ്പിക്കേണ്ട മര്യാദ കാണിക്കേണ്ടതായിരുന്നു. ഇതിപ്പം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പം അങ്കിളിന് അതാ ദേഷ്യം വന്നത്. അങ്കിളിൻ്റെ മോൻ ആൾക്കാരുടെ കടമൊക്കെ മേടിച്ച് കടക്കാരനാവുകയാണല്ലോ എന്നുള്ള ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയാണ് ആര്യനോട് പൊട്ടത്തെറിയായിട്ട് മാറിയത്. അത് എനിക്കും മനസ്സിലായി എന്ന് അപ്പം ആര്യൻ പറയും. അച്ഛന് പെട്ടെന്ന് അത് സഹിക്കാൻ പറ്റി കാണില്ല. ഞാൻ കടമൊക്കെ മേടിച്ച് ഒരു കടക്കാരനായിട്ട് മുന്നോട്ട് പോകുന്നത് അച്ഛന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടതെന്ന് എനിക്കും മനസ്സിലായതാ. എന്നിട്ടാണോ മീനു ചേച്ചിയോട് പറഞ്ഞത് അച്ഛൻ ആവശ്യമില്ലാതെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതെന്ന്? പെട്ടെന്ന് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എനിക്ക് സങ്കടം ഉണ്ടായി. ആ സങ്കടം കൊണ്ട് ഞാൻ മീനു ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതാ. അല്ലാതെ എനിക്കറിയാം നമ്മുടെ അച്ഛന് അങ്ങനെ ദേഷ്യമൊന്നും ഉണ്ടാവത്തില്ലെന്ന്. ഇതൊക്കെ വെറുതെയാണെന്നും അറിയാം എന്ന് പറയാം. ആര്യ, നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും ശരിയാക്കാൻ പോകുന്നില്ല എന്ന് അപ്പം മിത്ര പറയും കേട്ടോ. ഇപ്പം തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിനും കൂടി ഞാൻ പോയി തുടങ്ങുമ്പോൾ നല്ല കാശാകും. ഈ പൈസയൊക്കെ ആരും ഒരാൾക്ക് ഓടി നടന്നുണ്ടാക്കാനായിട്ട് സാധിക്കില്ല. വീണ്ടും വീണ്ടും ആരും കടക്കാരനാവുകയല്ലേ ഉള്ളൂ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്താലോ എന്ന് ചോദിക്കാം. അപ്പം ആരും പറയും, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആര്യ, ഇപ്പം ഞാൻ 3-4 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററിൽ പാർട്ട് ടൈം ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ കയറിയാലോ? ചെറിയൊരു വരുമാനം അതിൽ നിന്ന് കിട്ടത്തില്ലേ? ആരിന് ഒരു സഹായമാകും. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഞാനും ചെയ്യാം എന്ന് പറയാം. അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. സിവിൽ സർവീസ് കോച്ചിങ്ങും കൂടെ ട്യൂഷൻ പഠിപ്പീരും എല്ലാം കൂടി തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര കോൺസെൻട്രേഷനോടെ പഠിക്കേണ്ട കാര്യമാണ് സിവിൽ സർവീസ്. വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു പോകും. അത് തൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആര്യ, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു ഉപദ്രവമുള്ള കാര്യമല്ലല്ലോ. മറ്റുള്ള കുട്ടികൾക്ക് എനിക്കറിയാവുന്ന അറിവ് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാകും. ഞാനിപ്പോൾ അതൊന്നും അല്ല ആലോചിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങിയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ലോറി ഓടിച്ച് തന്നെ മുന്നോട്ട് പോയാൽ ഒരു കാര്യങ്ങളും ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ചെറിയ ബിസിനസ് എന്ന് പറയുമ്പം ആരും എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മിത്രയപ്പോൾ ചോദിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മിത്ര പറയും, തട്ടുകടയായാലോ? തട്ടുകടയൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളൊരു പുതിയ തട്ടുകട തുടങ്ങിയാലും അത് ഫേമസ് ആയി വരാനൊക്കെ സമയമെടുക്കും. പിന്നെ എന്താ, ഒരു വെഹിക്കിൾ വാഷിംഗ് ഷോപ്പ് തുടങ്ങിയാലോ? അതിനൊക്കെ ഒരുപാട് കാശ് വേണോടോ എന്ന് പറയാം. അങ്ങനെ അവർ പരസ്പരം കുറേ ബിസിനസ് ഐഡിയകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിത്ര ഓരോരോ ഐഡിയകൾ പറയും, അതുപോലെ നമ്മുടെ ആര്യനും പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് കൂടി ആരംഭിക്കണമെന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് നമ്മുടെ ആര്യനും ആകാശും. ഇതേ സമയം രാവിലെ തന്നെ നമ്മുടെ ബാലൻ ഇന്ന് ഗോമതി സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ട്. ആകാശും ധർമ്മനും അതുപോലെ രാമേട്ടനും ഒക്കെ കടയിലുണ്ട്. അപ്പോഴാണ് ലോഡുമായിട്ട് അങ്ങോട്ട് നമ്മുടെ ആര്യം വരുന്നത്. അപ്പോൾ ആര്യം ലോഡും ഇറക്കിക്കൊണ്ട് സാധനങ്ങളുമായിട്ട് കാണുന്ന
നമ്മുടെ ബാലൻ പറയും, അല്ല ഈ കറക്റ്റ് സമയത്ത് ലോഡ് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊന്നും ഏക്കാൻ നിൽക്കരുത് എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പം ആര്യനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ആരും പറയും, അതെ രാമേട്ടാ, വണ്ടി ഓടിക്കുന്ന വഴിക്ക് ഞാനല്ല ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് വെക്കുന്നത്, ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും വരുമ്പം ഈ സമയമൊക്കെ ആകും, അത് കോമഡി സ്റ്റോർ ബാലൻ അറിയത്തില്ലെന്നുണ്ടോ എന്ന് ചോദിക്കുക. ഓ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഇങ്ങനെ പാഷൻ എന്ന് പറഞ്ഞ് നടന്നാൽ ലോറി ഓടിച്ച് ജീവിതം നശിപ്പിക്കേണ്ടി വരും. എങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു. ദേ കൂടുതലൊന്നും പറയണ്ടെന്ന് രാമേട്ടൻ കോമഡി സ്റ്റോർ ബാലനോട് പറഞ്ഞേക്ക്. സ്പീഡിൽ ഇവിടെ സാധനങ്ങളൊക്കെ എത്തിക്കാനേ വണ്ടിയുടെ മുകളിൽ ചുമന്ന ബൾബും കത്തിച്ചോണ്ട് വരികയല്ല ഞാൻ. വണ്ടിയുടെ മുകളിൽ ചുമന്ന ബൾബൊക്കെ കത്തിക്കുന്ന വണ്ടിയിൽ കളക്ടറിന് എഴുതിയ ബോർഡും വെച്ച് പോകേണ്ട ആളാ ഇപ്പോൾ ഇങ്ങനെ ലോറി ഓടിച്ച് മറ്റുള്ളവരുടെ ലോഡും ഇറക്കി നടക്കുന്നതെന്ന് അറിയാവോ രാമേട്ട എന്ന് ചോദിക്കാം. രാമേട്ടൻ പറയും, എന്താ ബാല നീ ഒന്ന് നിർത്ത് എന്ന് പറയാം. എങ്ങനെ നിർത്താനാ രാമേട്ട, കണ്ടില്ലേ കിടന്ന് ഇപ്പം കഷ്ടപ്പെടുന്നത്, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നടന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്താ ഭാവിയുള്ള ചെറുക്കനായിരുന്നു, ഇപ്പം അത് നശിപ്പിച്ച് കളഞ്ഞില്ലേ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആര്യൻ്റെ കൂടെ അജയൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹായിയുണ്ട്. അപ്പം അജയനോട് പറയും, എടാ അജയ, നിന്റെ വീട്ടിലും ഇതുപോലെ ആയിരുന്നോടാ എന്ന് ചോദിക്കുക. എന്താ ആര്യൻ ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, നിന്റെ അച്ഛനും ഇതുപോലെ മക്കളുടെ ആഗ്രഹങ്ങൾ തഴിഞ്ഞ് സ്വന്തം ആഗ്രഹങ്ങൾ മക്കളുടെ തലയിൽ കെട്ടിവെക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ഏയ്, എൻ്റെ അച്ഛൻ അങ്ങനൊന്നും പറയാറില്ലായിരുന്നു. എനിക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്തോളാനാ അച്ഛൻ എപ്പോഴും പറയാറ്. ഓ അജയ, നീയാടാ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. സ്വന്തം ആഗ്രഹങ്ങൾ അനുസരിച്ച് മക്കളെ ജീവിക്കാൻ വിടുന്ന പേരൻസിനെ കിട്ടുന്നതാ ഒരു മക്കളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ധർമ്മനും ആകാശും ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അല്ലാതെ എനിക്ക് കളക്ടറാവാൻ ആഗ്രഹമില്ലാതെ അത് എൻ്റെ തലയിൽ കെട്ടിവെച്ച് കളക്ടറാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നേടിയെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ആരും ചോദിച്ചു. മാതാപിതാക്കൾക്കുവേ മക്കളെപ്പറ്റി ഓരോരോ ആഗ്രഹങ്ങളൊക്കെ കാണും. ഇതിപ്പം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. നാളെ നിനക്കും ഒരു കുട്ടി ഉണ്ടാകും. ആ കുട്ടിയെ നീ കഷ്ടപ്പെട്ട് വളർത്ത് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ നേടിക്കൊടുത്ത് അതിനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് ആഗ്രഹിച്ച് വളർത്തും. അവസാനം നിൻ്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അത് സ്വന്തം ആഗ്രഹങ്ങൾ തേടി പോകുമ്പോഴേ നിനക്കതിൻ്റെ വേദന മനസ്സിലാകൂ എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ആകാശ് പറയും, ഹോ ഈ ഗോമതി സ്റ്റോർ ബാലൻ നമ്മളെയൊക്കെ എന്തൊരു പ്രാക്കായി ഈ പ്രാകുന്നേ. ഈശ്വര, മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഈ പ്രാക്കെല്ലാം നമ്മുടെ തലയിലാകുമോ എന്ന് ചോദിക്കുക. ഒന്നും മിണ്ടാതിരിടാ എന്ന് ധർമ്മനപ്പ ആകാശനോട് പറയാം. ഒന്ന് പോ മാമ, കേട്ടില്ലേ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് കേൾക്കുന്ന നമ്മുടെ ആരും പറയും, ചില അച്ഛന്മാരൊക്കെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മക്കളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. പക്ഷേ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ മക്കളുടെ ആഗ്രഹം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. അവർക്ക് എന്താണോ ആഗ്രഹം അതായി തീരാനേ അവരെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യത്തുള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ പറയൂ കേട്ടോ, ലോഡ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് എല്ലാം കയറ്റി വെച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറയാം. ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം എന്ന് അപ്പം ആര്യനും പറയണം കേട്ടോ. എന്നിട്ട് ആര്യനും അച്ഛനും കൂടി ലോഡ് മുഴുവൻ ഇറക്കി കോമഡി സ്റ്റോറിൽ കയറ്റി വെക്കുകയാണ്. അത് അകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ബാലനോട് ചോദിക്കും, അല്ല ലോഡ് ഇറക്കിയ കാശ് തന്നില്ലല്ലോ, അത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോകായിരുന്നു എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലൻ പറയും, അതൊക്കെ ഞാൻ ഡീലറുമായിട്ട് ഡീൽ ചെയ്തോളാം എന്ന് പറയണം. അല്ല, ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ഇറക്കിയത് ഞാനാണെങ്കിൽ കാശ് മേടിച്ചുകൊണ്ട് പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയാം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഈ ആരും മടിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം രാമേട്ടൻ പറയും, ഇവനിത് എന്തൊക്കെയായി പറയുന്നേ. അപ്പം ധർമ്മം പറയും, എൻ്റെ രാമേട്ടൻ ഒന്നെങ്കിൽ 2 തോണിയിൽ കാല് വെക്കുന്ന പരിപാടി നിർത്തി ഏതെങ്കിലും ഒരു തോണിയിൽ നിൽക്കുക, ഒന്നെങ്കിൽ അളിയൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ആരിൻ്റെ കൂടെ നിൽക്കുക. എടാ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാം. മനസ്സിലാകുന്നുണ്ട് എന്ന് ധർമ്മം പറയാണ്. അപ്പോൾ ബാലനാണെങ്കിൽ കാശ് എണ്ണി കൂടെ ഒരു 100 രൂപയും കൂടി അജൻ്റെ കയ്യിലോട്ട് വെക്കുകയാണ്. അപ്പോൾ അജയൻ കൊണ്ട് ആ കാശ് ആരിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ദേ അരുൺ ചേട്ടാ കാശ് എന്ന് പറയാം. എണ്ണി നോക്കിക്കഴിയുമ്പം കൂടുതലായിട്ടുള്ള 100 രൂപ തിരിച്ച് ബാലന് കൊടുത്തിട്ട് പറയും, എനിക്ക് ടിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഉള്ള കൂലി എൻ്റെ മുതലാളി കൃത്യമായിട്ട് തരുന്നുണ്ട്, ഞാനതിൽ സന്തുഷ്ടനുമാണ്, അതിൽ കവിഞ്ഞ് 1 രൂപ പോലും അന്യൻ്റെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ബാലനെ നോക്കിയിട്ട് വണ്ടിയിൽ കയറാനായിട്ട് തുടങ്ങുമ്പം ബാലൻ പെട്ടെന്ന് വിളിച്ചു പറയാം, രാമേട്ട അവനോട് സൂക്ഷിച്ചൊക്കെ പോകാൻ പറ എന്ന് പറയണേ. അത് കേൾക്കുമ്പം ആര്യനൊരു കൊച്ചു ചിരിയോടെ വണ്ടിയിൽ കയറി വണ്ടി എടുത്തങ്ങോട്ട് പോവാം. തൻ്റെ അച്ഛൻ്റെ മനസ്സ് എന്താണെന്ന് ആര്യനറിയാം. ഈ പറയുന്നതൊക്കെ താൻ അച്ഛൻ ആഗ്രഹിച്ച പാതയിൽ വരാത്തത് കൊണ്ടുള്ള ദേഷ്യമാണെന്നും എങ്കിലും തന്നെ ഓർത്ത് കരുതലും വിഷമമൊക്കെ എപ്പോഴും അച്ഛനുണ്ടെന്നും ഒക്കെ ആര്യനും അറിയാം. അത് കേൾക്കുമ്പം ആകാശം ധർമ്മനും പരസ്പരം നോക്കുക. ഇപ്പോൾ എന്തായി, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് ആകാശ് പറയും കേട്ടോ. അപ്പോൾ ധർമ്മനും പറയും, അത് നേരാ, അളിയനെ 2 സ്വഭാവം ഉള്ളത്, എപ്പോഴാ ഏത് രൂപ പുറത്ത് ചാടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല
പറ്റത്തില്ല എന്ന് പറയുകയാണേ. ഇതേ സമയം നമ്മുടെ മീനാക്ഷി ഓഫീസിൽ ചെന്നതിന് ശേഷം 25,000 രൂപ PF നിന്ന് ലോൺ സാക്ഷനാക്കാൻ വേണ്ടിയിട്ട് ഹരിദാസ് സാർ എന്ന് പറഞ്ഞ ആളെ കാണാനായിട്ട് പോവാം. അപ്പോൾ അവിടെ ചെല്ലുമ്പം ക്യാബിൻ അടഞ്ഞ് കിടക്കുക. അപ്പോൾ പെട്ടെന്ന് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കും, അല്ല ഇന്ന് ഹരിദാസ് സാർ ലീവാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് മീനാക്ഷിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മേഡം കടന്നു വരുന്നത്. എന്താ മീനാക്ഷി നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. ഹരിദാസ് സാറിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചി എന്ന് പറയാം. അതിന് ഹരിദാസ് സാർ ലീവാണല്ലോ, ഒരാഴ്ച ലീവാണെന്നാണ് പറഞ്ഞത്, എന്തോ ഫാമിലി ടൂറ്, ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞ് സാറിനെ നോക്കിയാൽ മതി എന്ന് പറയാം. അയ്യോ എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്താ അത്യാവശ്യം, എന്നോട് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാടി എന്ന് മീനാക്ഷിയോട് ആ മേഡം പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പറയും, ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് PF നിന്നൊരു 25,000 രൂപ ലോൺ സാങ്ഷൻ ആക്കണമായിരുന്നു. ഹരിദാസ് സാർ ഒപ്പിട്ട് തന്നാലല്ലേ ട്രഷറി പോയി എനിക്ക് ക്യാഷ് എടുക്കാനായിട്ട് സാധിക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഹരിദാസ് സാറിനെ അന്വേഷിച്ചതെന്ന് പറയാം. അപ്പോൾ അത് ഇവർ തമ്മിലുള്ള ഈ സംസാരം കേട്ടുകൊണ്ട് കൃഷ്ണമംഗലത്തുകാരുടെ സ്പൈ ആയിട്ട് ജോലി ചെയ്യുന്ന ആ സ്റ്റാഫും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് പല ബുദ്ധികളും ഉദിച്ചു വരികയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.